ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു ഇൻട്രഡക്ഷൻ ഒന്ന് പറഞ്ഞിട്ട് പോകും കേട്ടോ. കാരണം നമ്മുടെ മാമന് ഇനിയിപ്പോ നമ്മളുടെ ഫേസ് കണ്ടില്ലെങ്കിൽ ഉറക്കം വന്നില്ലെങ്കിലോ വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരു ഇൻട്രഡക്ഷൻ എടുക്കുന്നത്. അപ്പൊ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സലാഡിന്റെ വീഡിയോ കേട്ടോ. എന്തിനാണ് സലാഡിന്റെ വീഡിയോക്ക് ഇൻട്രഡക്ഷൻ എന്ന് ചോദിച്ചാല് മാമനെ സങ്കടപ്പെടുത്താതിരിക്കാനാണ് കേട്ടോ. അപ്പോ ഞാൻ ഇന്നൊരു വെറൈറ്റി ഓഫ് സലാഡിനെ കുറിച്ചിട്ടാണ്. പല വെറൈറ്റി ഓഫ് സലാഡ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇവിടെ ഇവിടെ ഇസ്രായേലിലുള്ളവര് രാവിലെ വൈകുന്നേരം മസ്റ്റായിട്ട് കഴിക്കുന്ന ഒരു സാധനമാണ് സലാഡ് എന്നുള്ളത്. സലാഡ് എന്ന് പറയുമ്പോൾ ഏത് തരമാണെങ്കിലും ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള തരം സലാഡ്സ് കഴിക്കാം. ഒരു വെള്ളരിക്ക തക്കാളി ആയാൽ പോലും അത് കഴിക്കണം, മസ്റ്റാണ്. നമ്മളുടെ ശരീരം കൂളിംഗ് ആകാനും അതുപോലെ ഹെൽത്തും മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ സൗന്ദര്യം, പ്രായം ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ സൂപ്പർ സൂപ്പർ ഒരു ഉത്തമ ഉദാഹരണമാണ്. അതുപോലെ തന്നെ സലാഡ്, അതുപോലെ തന്നെ വെള്ളം, ഒരുപാട് വെള്ളം കുടിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഓഫ് സലാഡ്സ് ഉണ്ട്. അതിലൊരു വെറൈറ്റി സലാഡാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് സലാഡിന്റെ വീഡിയോയിലോട്ട് പോയാലോ. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് വഴിയെ ഞാൻ പറഞ്ഞു തരാം, വീഡിയോയിലൂടെ കാണിച്ചു തരാം. നിങ്ങൾ എല്ലാവരും അത് കണ്ട് മനസ്സിലാക്കി അതുപോലെ ചെയ്യുക. അതുപോലെ ചെയ്താൽ മാത്രം പോരാ, കഴിക്കുകയോടെ വേണം കേട്ടോ. അപ്പൊ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. ഓക്കെ, ദെൻ ബൈ. അപ്പോ നമ്മളത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു അരമുറി നാരങ്ങയുടെ നീരെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതില് നമ്മൾ ഇന്നാള് മേടിച്ച സ്പൂണാണിത്, ഗോൾഡൻ കളർ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. കളറൊന്നും പോത്തൊന്നുമില്ല. അതിലേക്ക് നമ്മൾ ഈ ഒരു ടേബിൾ സ്പൂണ് 2 ടേബിൾ സ്പൂൺ ഒലിവിന്റെ ഓയിലാണ് ഒഴിക്കുന്നത്. അതിപ്പോ നമ്മളൊരു മിക്സ് തയ്യാറാക്കാനാണ് ആദ്യമേ തന്നെ ഇത് റെഡിയാക്കി വെക്കുന്നത്. ഓക്കെ, അതിനുശേഷം അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ തേൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്പൂൺ തേനാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു മിക്സ്ഡ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് സാലഡാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ചേർത്ത് കാണിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇടുന്നത് കേട്ടോ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അതുപോലെ തന്നെ കുനുകുനെ അരിഞ്ഞ 1 ടീസ്പൂൺ വെളുത്തുള്ളിയാണ് ഇടുന്നത് കേട്ടോ. ഇത്രയും ഇട്ടതിന് ശേഷം നമ്മൾ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് വെക്കണം. നമ്മൾക്കിപ്പോ നാരങ്ങ നീരിന് പകരം ഓറഞ്ച് ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം കേട്ടോ. ഓറഞ്ച് ജ്യൂസ് എടുക്കാം. അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നാരങ്ങയിൽ പിന്നെ തേൻ ചേർത്തിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ എന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇവിടെ എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ നമുക്കത് ഓരോന്നോരോന്നായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ആ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് അരിഞ്ഞു വെച്ച ആപ്പിളാണ്. ഞാൻ കുറച്ചൊരു പീസ്, ഒരു കഷ്ണം പീസ് ഇങ്ങനെ സ്ലൈസ് ആക്കിയിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ഒരു 1/4 ആപ്പിളാണ് അതിൽ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു കുക്കുംബർ, പിന്നെ ഒരു ക്യാരറ്റാണ്. അത് നീളത്തിൽ, ഇത് രണ്ടും മാത്രമേ നമ്മൾ നീളത്തിൽ അരിഞ്ഞിട്ട് ചേർക്കുന്നുള്ളൂ. ശേഷം നമ്മൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ, നേരത്തെ കാണിച്ചില്ലേ സ്പൂണ്, ആ ഒരു 2 ടേബിൾ സ്പൂൺ ചോളമാണ് കേട്ടോ. അത് ഞാൻ നേരത്തെ കാണിച്ചില്ല, ഒരു ടിന്നിലാണ് വരുന്നത്. ഓൾറെഡി കുക്കായിട്ടുള്ള ചോളമാണ്. അപ്പൊ അത് ചോളം അതിൽ നമുക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഷമാം ഒരു ചെറിയൊരു പീസ് ചേർത്തിട്ടുണ്ട്. ശേഷം ഞാൻ അതിലേക്കൊരു തക്കാളി ചേർത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞ, പച്ച, ചുമന്ന ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു പച്ചമുളക്, നാട്ടിലെ ഒരു പച്ചമുളക് നമുക്ക് ആവശ്യമായിട്ട് വരും. എരിവിന് വേറെ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പൊ അവരവരുടെ എരിക്കനുസൃതമായിട്ട് പച്ചമുളക് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇവിടുത്തെ ഒരു 1/2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, പകുതി പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത മല്ലിയില, അതിനുശേഷം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ ഈ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഒരു മിക്സ് അതിലേക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇത് ഇപ്പോ മുതിർന്നവർക്കായാലും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഈ പച്ചമുളക് കടിക്കാതെ നോക്കണം. പിന്നെ കുരുമുളകിന് ഒരുപാട് എരിവൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ അത്രയും ചേർത്തത്. നിങ്ങൾക്ക് ആവശ്യം
ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മൈക്കിന്റെ ചാർജ് തീർന്നു പോയതാണേ. പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ നേരത്താണ് കണ്ടത്. ഓക്കെ, ഇപ്പൊ നമ്മൾ മല്ലിയിലേക്ക് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. സ്റ്റാൻഡ് ഇല്ലാത്തതിന്റെ ഒരു വിഷമമുണ്ട്, കയ്യിൽ വെച്ചിട്ടല്ലേ, അപ്പൊ അതുകൊണ്ടാണ് ഫോണ് അത് മിക്സ് ആക്കുന്നതൊന്നും കാണിക്കാൻ പറ്റാത്തത്, അതുപോലെ തന്നെ അരിയുന്നതും. ഓക്കെ, അപ്പൊ ഇതിപ്പോ നമ്മൾക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മളിത് ഡെക്കറേറ്റ് ചെയ്യാം. അരിഞ്ഞു വെച്ച ആപ്പിളിന്റെ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. പിന്നെ ഒരു കഷ്ണം നാരങ്ങ, പിന്നെ ഇച്ചിരി മല്ലിയിലൊക്കെ ഇട്ടിട്ട് ഫൈനലി ഞാൻ സൂര്യകാന്തിയുടെ സീഡ് കുറച്ച് ഇടുന്നുണ്ട്. സീഡ്സ് കുറച്ച്, അധികമൊന്നുമില്ല, കുറച്ച് മേലെ ഇട്ട് കൊടുക്കും. പിന്നെ നമ്മളത് കഴിക്കുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കഴിച്ചാൽ മതി. ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അങ്ങനെയാണ് ഞാൻ ഗാർണിഷ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്യാപ്സിക്കത്തിന്റെ ഒരു കഷ്ണം, ഒരു കുഞ്ഞു പീസ് പോലെ ഉണ്ടായിരുന്നു, അപ്പൊ അതും കൂടെ ഞാൻ വെച്ച് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ എല്ലാവരും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ സാലഡ്സ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സൗന്ദര്യവും ആരോഗ്യവും അതുപോലെ തന്നെ പ്രായവും ഒക്കെ നിലനിർത്തുക. വെരി ഗുഡ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് സാലഡാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ആ സീഡ് ഞാൻ തോടൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഞാൻ അതിന് മേലെ കൂടെ ഇച്ചിരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് എൻ്റെ വീഡിയോ വാച്ച് ചെയ്തതിനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ലവ് യു.